റോസൻമാണ്ടിനെയും ക്ലെമൻസിനെയും ഒക്കെ പ്രാഗി നേർന്നുകൊണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വ്ലോഗ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ വെൽക്കം ടു മൈ +2 ബോർഡ് എക്സാം സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ്. ഇന്നായിരുന്നു നമ്മുടെ കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ. ആൻഡ് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇത്രയും മനോഹരമായൊരു ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്കൊരു മന്തി കഴിച്ച സംതൃപ്തിയായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് ദാറ്റ് കൈൻഡ് ഓഫ് എ നൈസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ എനിക്ക് റോസൻമാണ്ടും ക്ലെമൻസിനും ഒക്കെ ഒരു അനുഗ്രഹം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയുടെ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ മിനി മിസ്സിനെ കുറിച്ച് പറയാണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. ഷീ ഈസ് ലിറ്ററലി എ ജെം. അതായത് ഞാൻ എൻ്റെ 15 വർഷത്തെ സ്കൂൾ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡെഡിക്കേഷനോട് കൂടി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ആൻഡ് അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് മലയാളം പഠിക്കാനായിട്ട് തുടങ്ങിയ സമയത്താണ് മലയാളത്തിൻ്റെ പുസ്തകം എൻ്റെ കയ്യിലില്ല എന്നുള്ള ആ ഒരു നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. വീട്ടിൽ ഉള്ള സ്ഥലത്തൊക്കെ നോക്കിയിട്ടും ടെസ്റ്റ് കണ്ടില്ല. അപ്പോൾ ഗൈഡ് ഉണ്ടെന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ചു. അതല്ലാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ മലയാളം പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും പടം തപ്പിപ്പോയി അവസാനം സ്വയം പടമായി വന്ന ഒരു മൊണ്ണ. അത് കൂടാണ്ട് ബൾബ് പൊട്ടിച്ച് പ്രകാശം വരുത്തി അതിലൂടെ തുഴഞ്ഞ് നീന്തി കളിച്ച 2 മന്ദബുദ്ധികൾ. ഇതൊന്നും പോരാണ്ട് തേങ്ങ തലയിൽ ചാടിയിട്ട് പോലും ചാവാത്ത, ഒരു തേങ്ങയുമില്ലാത്ത ഒരു കഥയുമായുള്ള ഉളുപ്പില്ലാത്തൊരു കഥ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഗൈസ്, ഇതൊക്കെയാണ്, ഇത്ര ലോജിക്കില്ലാത്ത രീതിയിലുള്ള മലയാളമാണ് ഞങ്ങൾക്കുള്ളത്, +2കാർക്കുള്ളത്. സോ അങ്ങനെ മലയാളം പഠിച്ച് ഏകദേശം ഒരു സർഫസ് റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ആൻഡ് മലയാളം ഞാൻ എടുത്തത് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്, അല്ലാണ്ട് മാതൃഭാഷയുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. സോ ദിസ് ഇസ് ലാസ്റ്റ് ടൈം നമ്മൾ മലയാളം പഠിക്കാൻ, ഇനി അങ്ങോട്ട് മലയാളം പഠിക്കേണ്ട എന്ന സന്തോഷവും സങ്കടവും ഒക്കെ എനിക്കുണ്ട്. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.